പിന്നെ നമ്മളിത് ഈ സ്ഥലത്ത് ഒരു സംഭവം സംതിങ് ബിഗ് ഈസ് കമ്മിങ് പറഞ്ഞില്ലേ, അത് വൈകാതെ തന്നെ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും കേട്ടോ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടില്ല. ഏകദേശം ഒരു 15 ദിവസം ആയിക്കോട്ടെ. ഇന്നത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ മൊത്തം 15 ദിവസം നമ്മൾ വീഡിയോ ഇട്ടില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് നല്ലൊരു ഹൈ ഫീവർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ ടാങ്ക് ഫീവർ വന്നുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് ഈ മീനുകൾ ഫുഡ് ഇട്ട് കൊടുക്കൽ മാത്രം. മീൻസ് ഇവനിക്ക് റെയിലിക്കും പിന്നെ ബാക്കി എല്ലാ മീനുകൾക്കും ഫുഡ് ഇട്ട് കൊടുക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് അവന്മാരൊന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവന്മാർക്ക് വല്ല ഡിസീസ് ഉണ്ടോ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ അതാണ്ടല്ലേ ഫിൽറ്റർ കേട് വന്നിട്ടുണ്ടായിരുന്നു. മീൻസ് ഫിൽറ്ററിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ബയോബോൾസ് ഉണ്ടായിരുന്നല്ലോ. ഇതാണ് ബയോബോൾ പറയുന്ന സാധനം കേട്ടോ. അത് വന്നിട്ട് ഇതിൻ്റെ ഈ മൗത്തിൽ മീൻസ് പുറത്തേക്ക് പോണ വെള്ളത്തിൽ ആ ഒരു വാൾവിൽ അത് സ്റ്റക്കായിട്ട് നമ്മുടെ ടാങ്ക് 2-3 പ്രാവശ്യം എംപ്റ്റി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ ജസ്റ്റ് ഈ എന്താ പറയുക ഫിൽറ്റർ ഓഫ് ആക്കിയിട്ട് വെള്ളം നിറച്ച് വെച്ചു. അതുകൊണ്ട് കേട്ടോ ദവന്മാരാണ്ടില്ലേ മേലെ ഓക്സിജൻ കിട്ടാണ്ട് പറഞ്ഞ മീൻസ് വെള്ളത്തിന് ഫ്ലോ ഇല്ല, വെള്ളത്തിന് അടി ഫുള്ള് ചളിയിരിക്കും. നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്ന് അറിയില്ല കേട്ടോ. സോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചപ്പോൾ നമ്മുടെ ഈ ടാങ്കും പിന്നെ നമ്മുടെ റെയിലിൻ്റെ ടാങ്കും പിന്നെ ബാക്കിയുള്ള മീനുകളുടെയും ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മളൊന്ന് മെയിൻ്റനൻസിന് പോകാം കേട്ടോ. മെയിൻ്റനൻസ് പോകാൻ വീട്ടിൽ തന്നെയാണ്, എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് നമ്മൾ ഇന്നാണ് കുറേ ദിവസം വെച്ചിട്ടുണ്ടാകും. മീൻസ് നമ്മൾ ഇത്രയും ദിവസം ഇവന്മാരെ അത്രയും ശ്രദ്ധിക്കാണ്ട് വിട്ടില്ല. 15 ദിവസത്തിൻ്റെ അടുത്തോളം ഇവന്മാർക്ക് ഫുഡ് മാത്രം ഇട്ടിട്ട് ടാങ്ക് നോക്കാണ്ടോ മീൻസ് അവന്മാർ ബ്രീഡായോ നോക്കിയിട്ടും നമ്മൾ ഗപ്പീസിന് ബ്രീഡായിട്ടുണ്ടോ നോക്കിയിട്ടും കൂടിയില്ല. അത്രയ്ക്ക് ഫീവറായിരുന്നു, പിന്നെ ചടപ്പായി അതിനൊക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയുക, നമ്മളിപ്പോൾ ആവശ്യമില്ലാണ്ടൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ എന്തായാലും പരിപാടി എന്താ വെച്ചാൽ ഹ്യൂമാനും ക്ലീൻ ആക്കണം, റെയിലിൻ്റെ അക്കോറിയും ക്ലീൻ ആക്കണം. അതിൻ്റെ അവസ്ഥ ഭയങ്കര മോശമായി കിടക്കട്ടെ, അതും ക്ലീൻ ആക്കണം. പിന്നെ ഇത് ഫിൽറ്റർ റെഡിയാക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ മെയിൻ എന്താ വെച്ചാൽ നമ്മുടെ ഇത് കണ്ടില്ലേ ഓസ്കാർക്ക് നമ്മൾ എടുക്കുമ്പോൾ എത്ര ഉണ്ടായിരുന്നു ഗൈസ്, അവന്മാരുടെയൊക്കെ ഫസ്റ്റത്തെ ഒരു ഫോട്ടോവും പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സൈസും വെച്ചിട്ട് നമ്മൾ ചെറിയൊരു കമ്പാരിസനും കൂടി നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം ഗൈസ്. ഇതാട്ടെ നമ്മുടെ റെയിലിൻ്റെ ടാങ്കിൻ്റെ അവസ്ഥ. എല്ലാം പേടിക്കണം. ഏകദേശം ഇതാണ്ടാ ഇത്രയും വെള്ളം നമ്മുടെ കുറഞ്ഞിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാൽ ഇവന് ഈ വെള്ളം കുറച്ച് അവനിക്ക് അലർജി ആയിട്ടാ. അല്ല വെച്ചാൽ വെള്ളം എന്തെങ്കിലും പറ്റാണ്ടായി പറഞ്ഞാൽ ഇവൻ ഈ വാലുകൊണ്ട് അടിച്ചടിച്ച് വെള്ളം പുറത്ത് കളിക്കുന്നത് കണ്ടില്ലേ. സാധാരണ അടിയിലൊക്കെ വെള്ളം ഉണ്ടാവാറില്ലാണ്, ബട്ട് ഇപ്പോൾ നമ്മളിതിന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി എന്താ വെച്ചാൽ ഫസ്റ്റ് എന്തായാലും നമ്മൾ റെയിലിന് ക്ലീൻ ആക്കണം. എന്താ പരിപാടി എന്താ വെച്ചാൽ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ റെയിലിൻ്റെ ടാങ്ക് ക്ലീൻ ആക്കണമെങ്കിൽ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ഈ ടാങ്കിൻ്റെ വെള്ളം കാലിയാക്കണം. സോ നമ്മൾ എന്തായാലും ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ ടോപ്പ് ഊരി നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മോട്ടർ ഓണാക്കിയിട്ട് നമ്മൾ റെയിലിൻ്റെ ടാങ്ക് ക്ലീൻ ആക്കിയിട്ട് വരുന്ന സമയം കൊണ്ട് ഏകദേശം വെള്ളം ഒന്ന് ക്ലീൻ ആവുന്ന നമ്മുടെ പ്രതീക്ഷ. സോ നമുക്ക് എന്തായാലും ഒരു സ്വിച്ച് ഓൺ ആക്കി വയ്ക്കാം. അതാണ് ലൈസ്, നമ്മളെന്തായാലും ഇതിൽ ടേപ്പ് ഒട്ടിച്ച് വെച്ചാൽ നമ്മൾ അനിയന്മാരൊന്ന് ഓഫാക്കണ്ട പറഞ്ഞിട്ട് എന്തായാലും ഓൺ ആക്കിയിട്ടുണ്ട്. ലൈസ് കണ്ടില്ലേ, നമ്മളിതിപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് കലക്കി വിട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചതാണല്ലേ മോട്ടർ പുറത്തേക്ക് ഇതിൻ്റെ അടിയത്തെ ചളിയെല്ലാം പുറത്തെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ മീനിനെ വല്ല ഹാം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ നമ്മളെന്തായാലും കലക്കി വിട്ടിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഇത് വെള്ളം പോകുന്ന സമയം കൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ റെയിലിൻ്റെ ടാങ്ക് ക്ലീൻ ആക്കാം കേട്ടോ. ഗൈസ് കുറേ ദിവസം ടാങ്കിൽ വെള്ളം ചേഞ്ചൊക്കെ ഞാൻ അടുത്തൊന്നും പോകാത്തതുകൊണ്ട് കണ്ടില്ല. അവൻ എന്നെ മനസ്സിലായതുകൊണ്ട് പാവ എന്നെ കണ്ടിട്ട് പേടിച്ച് ചാടി മേലത്തെ ഗ്ലാസ്സിൽ തട്ടിയിട്ട് അവനെ പുറം പൊളിഞ്ഞു കേട്ടോ. ഇതാണ്ടില്ല അവൻ്റെ ഒരു ചെതള ഇത് പറയില്ല ആ സാധനത്തിൽ പേരെന്താ അറിയുന്നവരൊന്ന് കമൻസ് ആക്കിയിട്ടുള്ളത് അറിയിക്കട്ടെ. കമൻറ്റ് കൂട്ടാനല്ല, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് അതിൻ്റെ അങ്ങോട്ട് ക്ലിയർ ആവണില്ല. അതല്ല ഗൈസ്, നമ്മുടെ അക്വാറിയത്തിൻ്റെ സൈഡ് സൈസ് വന്ന് 1.5 ഫീറ്റാണ് കേട്ടോ. നമ്മുടെ റെയിൽ എന്തായാലും 1.5 ഫീറ്റിൻ്റെ മേലേക്ക് വളർന്നുണ്ട് കേട്ടോ.
ഗൈസ് ഈ ടാങ്കത്ത് വെള്ളം വലിയണ സമയം കൊണ്ട് നമ്മൾ എന്തായാലും നമ്മുടെ ഫിൽറ്ററിന്റെ മേലത്തെ ടോപ്പ് ഫിൽറ്റർ സംബന്ധം ക്ലീൻ ആക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ചളി എടുക്കാം. നമ്മൾ ഒരുപാട് ദിവസം ക്ലീൻ ആക്കിയില്ലല്ലോ, കണ്ടില്ല എന്ത് ചളിയാണെന്ന്. നമ്മുടെ ഇതാണ്ട് സ്പോഞ്ചിലുള്ള ചളിയാണ് അപ്പം അതിൻ്റെ ചളിയാണത്. എന്തായാലും ഇതാ ക്ലീൻ ആക്കാണത്. അവിടെ റെയിലിനെ അവിടെ ഓപ്പണിൽ വിട്ടിക്കണം. അവൻ ചാടും എന്തോ ഒരു ഐഡിയ ഇല്ല. അവനാണെങ്കിൽ ഒരു ഇടയ്ക്കിടയ്ക്ക് മന്ദബുദ്ധിയുള്ള പോലെ ചാടി കളിക്കും. മീൻസ് നമുക്കിപ്പോൾ അവനെ ഫുൾ ടൈം ശ്രദ്ധിക്കാനും പറ്റത്തില്ലല്ലോ ക്ലീൻ ആക്കുമ്പോഴും കാര്യങ്ങളും. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളൊന്നും ഒറ്റയ്ക്ക്, സാധാരണ അനിയന്മാരുണ്ടാവും, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം അതിൻ്റെയായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. വീഡിയോയിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. നമ്മളെന്തായാലും ടോപ്പ് ഫിൽറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആക്കിയ സ്ഥിതിക്ക് നമ്മളെന്തായാലും മേലെ തന്നെ തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ്ടില്ലേ, നമ്മൾ കുറേ ദിവസമായിട്ട് ശേഷം വെള്ളം മാറ്റണം കൊണ്ട് ഇത്രയല്ല, കുറച്ചുകൂടി താഴ്ത്താട്ടോ നമുക്ക്. അതായത് നമ്മളെന്തായാലും ഒരു 60% മേലെ എന്തായാലും വെള്ളം കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും തിരിച്ച് നിറയ്ക്കാൻ വെച്ചൊക്കെയാണ്. കണ്ടില്ലേ അവൻ ഏതാല്ലേ റെയിലിന്റെ ഏകദേശം ഒരു 80% പരിപാടി നില കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പളെ കഴിച്ചാണില്ലേ മഴ പെയ്ത് ടാങ്കത്തെ വെള്ളം ഇതാ കുറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ മഴ കാരണം ഒരു എന്താ പറയാ വീണ്ടും നിറഞ്ഞുകൊണ്ടിരിക്കണമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളെന്തായാലും ഒന്ന് പരിപാടി തീർക്കാൻ വേണ്ടിയിട്ടാണ് കോളേജിൽ നിന്നൊക്കെ ലീവ് എടുത്തിട്ട് നിൽക്കുകയാണ്. വെയിറ്റ് ആൻഡ് സീ. ഗൈസ് നമ്മുടെ റെയിലിന്റെ ടാങ്ക് എന്തായാലും ഇപ്പൊ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം കലക്കൊക്കെ ഉണ്ടാവും. നമ്മുടെ വെള്ളം നിറച്ച ആദ്യത്തെ 2 മണിക്കൂർ ഈ കലക്ക് എന്തായാലും ഉണ്ടാവും. ഇവന് കൂടുതൽ കാലം ഈ ടാങ്കിൽ നിർത്തി പറഞ്ഞ അവനിക്കും നമുക്കും വിഷമകരമായ ഓരോ വാർത്തകൾ കേൾക്കേണ്ടി വരും. നമ്മളെന്തായാലും വൈകാണ്ട് തന്നെ എനിക്ക് വേറെ ടാങ്ക് പണിയുന്നതായിരിക്കും കേട്ടോ. ഇതിപ്പോൾ റെയിലിൻ്റെ ടാങ്കിൽ നമ്മൾ കണ്ടില്ല വെള്ളം കലങ്ങി കൊണ്ടാണ് കാണാത്ത. ഫിൽറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്, ഹീറ്റർ ഓൺ ആക്കി, പ്രാവശ്യം മഴയൊക്കെ അല്ലേ. സോ ഇതാണ് ഇപ്പോൾ നമ്മുടെ റെയിലിൻ്റെ ടാങ്കും അവൻ്റെ ഒരു അവസ്ഥ. എന്തായാലും നമ്മുടെ ഈ വീഡിയോ ലാസ്റ്റ് ഇപ്പം ഇതിൻ്റെ ഒരു ഫൈനലല്ല, മീൻസ് നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞ് വെള്ളമൊക്കെ കലക്കമൊക്കെ കുറഞ്ഞിട്ടുള്ളൊരു ദൃശ്യം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. സിൽവർ തിളങ്ങുന്നുണ്ടല്ലോ അവനെ. ഗൈസ് നമ്മളെന്തായാലും റെയിലിൻ്റെ ടാങ്ക് ക്ലീൻ ആക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ഈ ഫിൽറ്ററിൻ്റെ ബോക്സ്, ആ പച്ച കളർ ബക്കറ്റില്ലേ അതും അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഇത്രയും വെള്ളമുണ്ട്, ഇത്രയും സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം കറക്റ്റായിട്ട് എടുക്കാം, ക്ലിയറായി എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അതിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ക്ലീൻ ആക്കാനുണ്ട്. വെയിറ്റ് ആൻഡ് സീ. ഗൈസ് നമ്മളെന്തായാലും ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇവന്മാർ രണ്ടിനും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻസ് ഈ സ്പോഞ്ചും ഈ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് കുറേ ചളി ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചളഞ്ഞ് പോയിട്ടുണ്ട്. ബാക്കി ഇതാണ്ടില്ലേ കല്ലിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ചളി ഉണ്ടാവും. നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ഇതാണ്ടില്ലേ ഇവിടെ നമ്മൾ നേരെ ഫോഴ്സിൽ വെള്ളം കൊണ്ട് അടിക്കുമ്പോൾ ആ ചളിയൊക്കെ പോകണമല്ലോ. ഇതാണ്ടില്ലേ നമ്മൾ ഉണ്ടാക്കിയ സാധനം എത്ര വർക്ക് ചെയ്യുന്ന ഒരുപാട് ചളി പ്രാവശ്യം കിട്ടിയത്. നോക്കോട്ടെ ഇപ്പൊ ചളി വരെ നോക്കിയോ അങ്ങനെ വെച്ചാൽ ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് ക്ലീൻ ആയിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെ ഓരോന്നായിട്ട് അതിലേക്ക് തിരിച്ച് അങ്ങോട്ട് എടുത്തിടണം. കുഴപ്പമില്ലാത്ത രീതിക്ക് ഇതും ക്ലീനായിട്ട് വെക്കണം. നമുക്കത് ഒരു പരിധി വരെ നമുക്ക് സ്പോഞ്ചും ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റം. നമ്മളെന്തായാലും ഇന്ന് മറ്റേ ബയോബോളൊക്കെ എന്തായാലും മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി എന്തായാലും ഫിൽറ്റർ അടയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കെന്തായാലും ഇത് ഫ്രണ്ടിലേക്ക് നിർത്താം. ഗൈസ് നമ്മളെന്തായാലും ഇപ്പോൾ വെള്ളം അത്യാവശ്യം നല്ല രീതിക്ക് കുറച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് ചളി ഉണ്ടാവും എടുക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ ഇതിലുള്ള ഇലകളൊക്കെ പെറുകില്ല കേട്ടോ. ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ടാങ്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സാധനം കാണിച്ചു തരാവേ. ഇന്നലെ എൻ്റെ ഉമ്മാനെ വെറുപ്പിച്ചിട്ട്
വാങ്ങി തന്നാണ് എൻ്റെ ഉമ്മ വാങ്ങി തന്ന മീനാണ് ഓസ്കാറുകൾ. കടിച്ച് കൊന്നു ഗൈസ്. ഇതാ അതിൻ്റെ കൂടെ എടുത്ത വേറൊന്നിതാ, ഇത് മോർഫല്ലേ എൻ്റെ പേര്, മോർഫ് എന്ന് എഴുതിയിട്ട് ഉമ്മമാരുടെ പേര്. കാണാച്ചാൽ എന്തുകൊണ്ട് ഉറപ്പ് അതിനെ എടുത്തിട്ട് വന്നതാണ്. നമ്മുടെ ഓസ്കാറുകൾ എടുക്കുമ്പോൾ എത്ര ഉണ്ടായിരുന്നുള്ളൂ എന്നറിയോ? പിടിക്കാനും കൂടി കിട്ടി. ഗൈസ് നമ്മളെന്തായാലും നമ്മുടെ ആൽബിനോ ഓസ്കാർ എടുക്കുമ്പോൾ അത്ര സൈസൊന്നും ഇല്ല കേട്ടോ. മാത്രമല്ല ഇപ്പം നല്ല രീതിക്ക് പ്രിൻറ്റും കയറി വന്നിട്ടുണ്ട്, അത്യാവശ്യം അഗ്രസീവ്നെസ്സും കൂടിയുണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പിടിച്ചതിന് വെച്ചാൽ നമ്മുടെ ഫുൾ റെഡിനെയാണ്. ഫുൾ റെഡ് ഇതാണ്ടില്ലേ, നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിക്ക് റെഡ് കയറിയുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിക്കനും ചെമ്മീനും പിന്നെന്താ പറയുക ക്യുക്കറൊക്കെ കൊടുത്തിട്ടാണ് എനിക്ക് ഫീഡ് ചെയ്യണത്. ഇത് ചാട്ടം എന്ന് പറയുക ഗൈസ്. പിന്നെ അതിൽ എനിക്ക് ഏറ്റവും സർപ്രൈസിംഗ്ലി ഒരു വളർച്ച തോന്നിയ ഇവൻ്റെയാണ് കേട്ടോ. ഇവനെ ഈ പിങ്ക് ജൈൻറ്റ് ഇവനെ എടുക്കുമ്പോൾ ഓസ്കാറിനായിട്ട് ചെറുതായിരുന്നു അവൻ. പിന്നെ എനിക്ക് കൂടുതലും ക്യുക്കറിട്ടും പിന്നെ ബാക്കി ഇല ഭക്ഷണങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് സൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ. എടുക്കുമ്പോൾ 3-4 ഇഞ്ച് ഉണ്ടായിരുന്നു, ഇപ്പോൾ 7-8 ഇഞ്ച് ആയിക്കണം കേട്ടോ അവൻ. പിന്നെ നമ്മളെ ടൈഗർ ഓസ്കാർ അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ. മീൻസ് അവനെ എടുക്കുമ്പോൾ എനിക്ക് ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വൈറ്റ് സ്പോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവൻ ഇപ്പോൾ ഫുള്ള് ഹെൽത്തിയാണ് കേട്ടോ. അവന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, അവനിക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ വൈറ്റ് കോഴി നമ്മൾ 200 രൂപയ്ക്ക് എന്തോ കിട്ടിയോ അതിനെ എടുത്തിട്ട് വന്ന കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെന്തായാലും കണ്ടില്ലേ ടാങ്ക് അവിടെ കണ്ടി ടാങ്ക് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ അതിൻ്റെ ഇലയൊക്കെ പെറുക്കി നമ്മൾ മീനിനെ കാണിച്ചു തന്നത്. നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ ഈ സാധനം നമുക്ക് അതിൻ്റെ പഴയ പ്ലേസിൽ വെക്കണം. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ എന്തായാലും അതവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് പരിപാടി വെള്ളം നിറയ്ക്കല്. പിന്നെ നമ്മളത് ഈ സ്ഥലത്ത് ഒരു സംഭവം സംതിങ് ബിഗ് ഈസ് കമ്മിങ് പറഞ്ഞില്ലേ, അത് വൈകാതെ തന്നെ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും കേട്ടോ. എന്താന്ന് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കും കേട്ടോ. ഒരു ടാങ്കാണ്, വലിയൊരു ടാങ്കാണ്. പക്ഷെ ഏത് മീനാന്ന് നിങ്ങൾ കറക്റ്റായി കമൻറ്റ് ചെയ്യണം. അവർക്ക് സീക്രട്ടായിട്ട് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഒരാൾക്കേ അയക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ കമൻറ്റ് ഇട്, നോക്കാം നമുക്ക്. നമ്മളെന്തായാലും ഇതാ പൈപ്പും വെച്ചിട്ടുണ്ട്, മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഫിൽറ്റർ ഇനി ഒന്നുകൂടി വർക്കാവട്ടെ. സോ നമുക്ക് എന്തായാലും നീ വെള്ളം നിറഞ്ഞിട്ടാണ് ബാക്കി. സോ ഗൈസ് നമ്മളെന്തായാലും നമ്മുടെ പുറത്തത്തെ ടാങ്ക് എന്തായാലും ക്ലീൻ ആക്കിക്കോണം കേട്ടോ. അതല്ലേ നമ്മൾ ഇന്നലെ തന്നെ വീഡിയോ എടുക്കാത്തിരുന്ന കാര്യം ഇന്നലെ ഒന്നാമത് ലേറ്റായി ഇരുട്ടായി. സോ വീഡിയോ ഇതിന് കിട്ടത്തില്ല, മീൻസ് നിങ്ങൾക്ക് നേരാണ് കാണത്തില്ല. അതുകൊണ്ട് മാത്രമേ ഇന്നൊക്കെ നമ്മൾ വീഡിയോ ഇതെടുക്കണം കേട്ടോ. ഇതുകൊണ്ടില്ലേ അത്യാവശ്യം ഇപ്പോൾ എല്ലാം വരെ ആക്റ്റീവാണ്. ഒന്നും ഓക്സിജൻ കിട്ടാതെ നടക്കണമെന്നില്ല. നമ്മൾ ജൈലോരമ്മി ഓസ്കാർ എല്ലാ മീനുകളുണ്ട്. നമുക്ക് എന്തായാലും ഉമ്മമാർക്ക് ഫീഡ് കൊടുക്കാം കേട്ടോ. നമ്മളെന്തായാലും ഇതാ തീറ്റ എന്തായാലും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് കൂടി കഴിഞ്ഞ് പറഞ്ഞാൽ അത് കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാ. അതാവണ സമയം കൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ റെയിലിനെ കണ്ടിട്ട് വരാം. വിളിച്ചു നോക്കിയല്ലേ. സോ നമ്മുടെ റെയിലിൻ്റെ ടാങ്കിൻ്റെ അവസ്ഥ ഇതാട്ടപ്പോൾ എന്താ പറയുക, ക്ലീനാണ്. വാട്ടർ നല്ല ക്ലീനാണ്, അവന് നല്ല ഹാപ്പിയാണ് ഗൈസ്. പിന്നെ കണ്ടില്ലേ അക്വരത്തിൻ്റെ ഗ്ലാസ്സിൽ കാൽസ്യം കെട്ടിക്കിട, കാൽസ്യം എന്നല്ലേ പറയുന്നത്. ഇത് പോക്കാനുള്ള വല്ല വഴി നിങ്ങളുടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. നല്ല റെയില് നമ്മുടെ ഈ വിരലിൻ്റെ തെത്രളപ്പെടുത്താണ് ചെക്കപ്പ് വലുതായില്ലേ ഗൈസ്. എന്തായാലും നമ്മൾ റെയിലേക്ക് വലിയൊരു ടാങ്ക് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. ഒരു സർപ്രൈസായി വെക്കാൻ ഉദ്ദേശിച്ചാണ്, ബട്ട് കുഴപ്പമില്ല. എനിവേയ്സ് സ്റ്റേ ട്യൂൺഡ്. നമുക്കിനി നമ്മുടെ പുറത്തുള്ള മീനുകൾക്ക് ഫുഡ് കൊടുക്കാൻ പോവാം. ഓക്കെ, ബൈ. സോ എന്തായാലും നമ്മുടെ തീറ്റ അത്യാവശ്യം നല്ല രീതിക്ക് സോക്കായിട്ടുണ്ട് കേട്ടോ. മീൻസ് ഫുൾ ഫില്ലായിട്ടുണ്ട് വെള്ളമൊക്കെ ആയിട്ട്. നമുക്ക് എന്തായാലും ഇനി മെല്ലെ ഇട്ട് കൊടുക്കാം. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇട്ട് കൊടുക്കണ പ്രത്യേകത എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ എല്ലാ മീനും കിട്ടും. അല്ലാച്ച ഓസ്കാർ മാത്രം കഴിക്കും. ഇതിപ്പോൾ എല്ലാ മീനുകൾക്ക് തിന്നാനും പറ്റും. പെട്ടെന്ന് നമ്മൾ ഒരു കടി അടിക്കുമ്പോഴേക്കും പാതിയെ വരും. അപ്പോൾ എല്ലാ മീനും അത്യാവശ്യം നല്ല രീതി, ചെറിയ മീനിന് വരെ നല്ല രീതിക്ക് ഫീഡ് കിട്ടും. ഈ സംഭവം എന്താ വെച്ചാൽ ക്വിക്കറായിട്ട് പറയുന്ന തീറ്റ അത്യാവശ്യം കണ്ടില്ല വലിപ്പമുണ്ട്. ഇത് ചെറിയ മീനുകൾക്ക് വെറുതെ ഇട്ട് കൊടുത്ത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് സോക്കാകുമ്പോഴേക്കും ഓസ്കാറുകൾ അടിച്ചിട്ടുണ്ടാവും. ഇതുമ്പോൾ എല്ലാ മീനുകൾക്കും സുഖമായി കഴിക്കാനും പറ്റും. ഗൈസ് അത് മാത്രമേ നമ്മുടെ ഫിൽറ്റർക്ക് ഇപ്പോൾ പ്രോപ്പർ വർക്ക് ചെയ്യാൻ കേട്ടോ. അത് ഈ ബയോ ബോൾ ഇടുമ്പോഴായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം എന്താ ഗൈസ്. നമ്മുടെ അടുത്ത മോർഫിനെയും കൂടി നമ്മുടെ ഓസ്കാർ അടിച്ചിരിക്കുന്നു കേട്ടോ. നമ്മൾ ചെയ്തൊരു മണ്ടത്തരായിരുന്നു. ഗൈസ് നമ്മളെന്തായാലും ഈ മണ്ടത്തരം കാണിക്കത്തില്ല. അതാണ് നമ്മൾ പറയാൻ നമ്മുടെ ഈ ബയോ ബോൾ വന്നിട്ട് ഇതിനുള്ളിൽ കടന്ന് കുടുങ്ങുമ്പോൾ എന്താ പറയുക, ഇതൊന്ന് വെള്ളം വരാണ്ട് അതിന്ന് ലീക്കായി പോവുക. എന്നിട്ട് ഈ ടാങ്ക് ഫുള്ള് കാലിയ പോലെയായിരുന്നു. അപ്പോൾ എന്തായാലും ബയോ ബോൾ മാറ്റി വെച്ച സ്ഥിതിക്ക്
കുഴപ്പമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ആക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഇന്ന് ഉദ്ദേശിച്ച് വെച്ച് നമ്മുടെ ഒരു കുറച്ച് ദിവസം നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്തില്ല വെച്ചാൽ എത്ര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ കാണിക്കുന്ന ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ ഓക്കെ അതെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ നല്ല കണ്ടൻറ്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ബെൽ ബട്ടനും കൂടി അമർത്തി വയ്ക്കും. ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ഇടുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് ബെൽ ബട്ടൺ നിൽക്കുക കേട്ടോ. അപ്പം എന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ബൈ.